രാഹുൽ മാങ്കൂട്ടത്തിൽ രായ്ക്ക് രാമാനം തന്നെ വീടും പൂട്ടി സ്ഥലം വിട്ടു. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് തോന്നുമ്പോൾ കേസെടുത്ത് നിങ്ങൾക്ക് തോന്നുന്ന പോലെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് രാഹുൽ വ്യക്തമാക്കുന്നത്. അതല്ല, CPM-ലെ ചില നേതാക്കന്മാർക്ക് ഇല്ലാത്ത എന്ത് പ്രിവിലേജാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് എന്നാണ് ചോദ്യം. ഇതിനു മുൻപ് CPM-ലെ നേതാക്കൾ ചെയ്യുമ്പോൾ ഓഹോയും നമ്മുടെ ഈ കോൺഗ്രസിന്റെയും മറ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ ചെയ്യുമ്പോൾ ആഹായുമാകുന്ന സാഹചര്യം എങ്ങനെയാണ് എന്നാണ് വ്യക്തമാകാത്തത്. എന്തായാലും FIR ഇട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ നിലപാടില്ല. രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നീങ്ങുകയാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പാലക്കാട്ടിലേതായാലും രാഹുൽ മാങ്കൂട്ടത്തിലില്ല. ഇനി സ്ഥലം വിട്ടോ അല്ലെങ്കിൽ കേരളം വിട്ടോ നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. അതേസമയം ആലുവയിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് പൂർണ്ണമായും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഈ വീട്ടിലേക്ക് എങ്ങാനും രാഹുൽ വരുമോ എന്നാണ് ചോദ്യം. എന്തായാലും അഭിഭാഷകനൊക്കെ തന്നെ വല്ലാതൊരു ആത്മധൈര്യം, വളരെ ശക്തമായി തന്നെ മറ്റൊരു കേസിലും മറ്റേതൊരു അഭിഭാഷകനും പ്രതികരിക്കാത്ത രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ വളരെ ശക്തമായി തന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന രീതിയിൽ പ്രതികരിച്ചത്. മുഖ്യമന്ത്രി എന്താ DGP ആണോ എന്നടക്കമുള്ള ചോദ്യവും കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും രാഹുലിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. FIR ഇട്ട് അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് ഏതായാലും അതേ യൂണിഫോമിൽ അതേ ഈ കയ്യാമവും വെച്ച് രാഹുലിന്റെ MLA ഓഫീസിന് മുന്നിൽ തമ്പടിച്ചിരിക്കുകയാണ്. ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നീ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസ് പിന്നീട് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി. തിരുവനന്തപുരം റൂറൽ SP-ക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. കേസിൽ പരാതിക്കാരിയായ അതിജീവിതയുടെ മൊഴി ഇന്നലെ രാത്രി വൈകിയാണ് രേഖപ്പെടുത്തിയത്. കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് നീക്കം. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതികളും തെളിവുകളും കൈമാറിയത്. ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം നടത്തിയെന്ന് യുവതി പരാതിയിൽ പറയുന്നു. കുട്ടിയുണ്ടായാൽ രാഷ്ട്രീയ ഭാവി നശിക്കുമെന്ന് രാഹുൽ പറഞ്ഞു. എതിർത്തപ്പോൾ ചീത്ത വിളിച്ചു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഗുളിക നൽകിയാണ് ഗർഭചിത്രം നടത്തിയത് എന്നും രാഹുലിന്റെ സുഹൃത്ത് ഗുളിക എത്തിച്ച് നൽകിയെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. വീഡിയോ കോളിലൂടെ ഗുളിക കഴിച്ചെന്ന് ഉറപ്പിച്ചെന്നും യുവതി പരാതിപ്പെടുത്തി. ഇന്നലെ പോലീസ് യുവതിയുടെ മൊഴി എടുത്തിരുന്നു. തിരുവനന്തപുരം റൂറൽ വനിതാ സെൽ ഇൻസ്പെക്ടറാണ് മൊഴി എടുത്തത്. യുവതി ശബ്ദരേഖകളും വാട്സ്ആപ്പ് ചാറ്റുകളും ഉൾപ്പെടെ തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്നതിൽ വ്യക്തതയില്ല. പാലക്കാട് MLA ഓഫീസ് പൂട്ടിയിട്ട നിലയിലാണ്. രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കഴിഞ്ഞ ദിവസമാണ് രാഹുലും പരാതിക്കാരിയും സംസാരിക്കുന്ന ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റും പുറത്തു വന്നത്. ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഇതുവരെ പരാതിയില്ല എന്ന പ്രതിരോധിച്ചിരുന്ന രാഹുലിന് ഇതോടെ കുരുക്ക് മുറുകുകയാണ്. താൻ നേരിട്ട ദുരനുഭവം കോൺഗ്രസിലെ ചില യുവ നേതാക്കളെ അറിയിച്ചിരുന്നതായും യുവതി മൊഴിയിൽ പറയുന്നു. ഇന്നലെ രാത്രിയോട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുത്തിരുന്നു. മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെ അഭിഭാഷകരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതികളും തെളിവുകളും കൈമാറിയത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ അതിജീവിത തലകറങ്ങി വീണു എന്നൊക്കെ തന്നെ പലരും പറയുന്നുണ്ട്. എന്തായാലും ആദ്യം ക്ലിഫ് ഹൌസിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു. വാട്സ്ആപ്പ് ചാറ്റുകൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും മെഡിക്കൽ രേഖകളും യുവതി കൈമാറിയിട്ടുണ്ട്. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്ത കേസിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ലൈംഗിക പീഡന പരാതിയിൽ കേസ് എടുക്കുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം നേടാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടുമെന്നും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തുമെന്നും ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഇതിനോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ആയിരക്കണക്കിന് ആളുകളാണ് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പാലക്കാട്ടെ MLA ഓഫീസ് പൂട്ടിയിട്ട നിലയിൽ തന്നെയാണ്. എന്തായാലും FIR ഇട്ടാൽ മുൻകൂർ ജാമ്യം തേടും. പരാതിയെക്കുറിച്ച് വ്യക്തതയില്ല. പരാതിയുടെ സ്വഭാവം എന്താണ്? പരാതി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ? ഈ പരാതിയിൽ അസ്വാഭാവികത ഉണ്ട്. ബിറ്റായി സംഭാഷണങ്ങൾ കാണിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള നാടകമാണിത്. മസാലയ്ക്ക് വേണ്ടിയുള്ള നാടകമെന്ന് രാഹുൽ എന്നോട് പറഞ്ഞു. പുറത്തുവന്ന തെളിവുകളെക്കുറിച്ച് രാഹുൽ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്നും ചോദിച്ചതുമില്ല.
ഉണ്ടാവില്ല. ഇതെല്ലാം ഗൂഢാലോചനയെന്നും സംശയമുണ്ട്. പരാതി ഇപ്പോൾ വന്നതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമായിരിക്കും. ജോർജ് പൂന്തോട്ടമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുവതി ആദ്യം പരാതി കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്നും മുഖ്യമന്ത്രി DGP ആണോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷൻ ആണെന്ന് അറിയുന്നത് ആദ്യമായിട്ടാണ്. ഇത് കഴിഞ്ഞ 3 മാസമായി ഉണ്ടാക്കിയെടുത്ത ഹൈപ്പാണ്. വാട്സ്ആപ്പ് ചാറ്റിലെ സംഭാഷണം രാഹുലിന്റേതാണ് എന്നതിന് എന്താണ് തെളിവെന്നും ജോർജ് പൂന്തോട്ടം ചോദിച്ചു. ഇത് നാടകമാണ്. സർക്കാരിന് ശബരിമല വിഷയം മറയ്ക്കാനുള്ളതാണ്. അതിനായി സർക്കാരും ഒരു ചാനൽ മുതലാളിയും മസാല കഥ മെനയുകയാണ് എന്ന് രാഹുൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. FIR ഇട്ടാൽ മുൻകൂർ ജാമ്യം തേടും. പരാതിയെക്കുറിച്ച് വ്യക്തതയില്ല. പരാതിയുടെ സ്വഭാവം എന്താണ്? പരാതി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ? ഈ പരാതിയിൽ അസ്വാഭാവികതയുണ്ട്. ഈ ബിറ്റായി സംഭാഷണങ്ങൾ പുറത്തു വരുന്നത് അത്ര നല്ല കാര്യമല്ല എന്നും ജോർജ് പൂന്തോട്ടം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വ്യാഴാഴ്ച 4:30 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മറ്റൊരു സ്ത്രീക്കൊപ്പം എത്തിയാണ് യുവതി കാര്യങ്ങൾ വിശദീകരിച്ചത്. 3 പേജുള്ള പരാതി എഴുതി നൽകി. വാട്സ്ആപ്പ് ചാറ്റ്, ശബ്ദരേഖ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും കൈമാറിയിട്ടുണ്ട്. ADGP H വെങ്കടേഷിന് മുഖ്യമന്ത്രി പരാതി കൈമാറിയതിന് പിന്നാലെ പോലീസ് ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് തുടർ നടപടികൾ നിശ്ചയിച്ചിരുന്നു. അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ രാഹുലിനെ പൂട്ടാനുള്ള ഈ നീക്കങ്ങൾ AKG സെന്ററിൽ നിന്നുള്ള സാരോപദേശമാണ് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ഓഗസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നുവെങ്കിലും പരാതിക്കാരി നേരിട്ടെത്തിയിരുന്നില്ല. എന്നാൽ 3ാം കക്ഷികൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതി പരിഗണിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ശബ്ദരേഖയിലെ യുവതിയെ കണ്ടെത്തി പരാതി എഴുതി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും യുവതി അതിന് തയ്യാറായിരുന്നില്ല. ശബ്ദരേഖയിലുള്ളത് തന്റെ ശബ്ദം തന്നെയാണോ എന്നാണ് സ്ഥിരീകരിക്കാനോ തള്ളാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിലും തയ്യാറായതുമില്ല. പരാതി ലഭിച്ചതോടുകൂടി പാലക്കാട്ടെ MLA ഓഫീസ് പൂട്ടി രാഹുൽ മാറി നിൽക്കുകയാണ്. ഫോണും സ്വിച്ച് ഓഫ് ആണ്. ഇനിയുള്ള നീക്കങ്ങൾ രാഹുലിന്റെ കളികളാണ്. ആ കളി നമുക്ക് കണ്ടു തന്നെ അറിയണം.